ഐസ്ലാൻഡ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വികസിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിലും ഏറ്റവും ഉയർന്ന ജീവിതശൈലിയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലും ഐസ്ലാൻഡിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്തായി ഐസ്ലാൻഡ് ഉണ്ടാക്കിയ സമ്പത്ത് കൂടുതൽ നീതിപൂർവ്വം സമൂഹത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സംസ്കാരം ഐസ്ലാൻഡിലുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലാളി യൂണിയനുകളും യൂണിയൻ രാഷ്ട്രീയത്തിന്റെ സ്വാധീനവുമുള്ള ഒരു രാജ്യമായി ഐസ്ലാൻഡ് അറിയപ്പെടുന്നു. നോർവേയുടെ ശൈലിയിൽ എല്ലാവർക്കും മികച്ച ആരോഗ്യ പരിരക്ഷയും ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായി നൽകുന്ന ഒരു രാജ്യമാണ് ഐസ്ലാൻഡ്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ ലോകത്തിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്താൻ ഐസ്ലാൻഡിന് പറ്റുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും നല്ല നിലവാരം വെച്ച് പുലർത്തും. സാധാരണ തൊഴിലാളികൾക്കും മാനേജർമാർക്കും ഏറെക്കുറെ തുല്യമായ ശമ്പളം കൊടുക്കണമെന്ന് ഐസ്ലാൻഡിൽ നിർബന്ധമുണ്ട്. എല്ലാവരും തുല്യരാണെന്നും സമൂഹത്തിൽ ചില ആളുകൾക്ക് മാത്രം പ്രത്യേകമായ പദവികളും സ്ഥാനങ്ങളും നൽകേണ്ടതില്ലെന്നും ഐസ്ലാൻഡുകാർ വിശ്വസിക്കുന്നു. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏറ്റവും ഉയർന്ന തുല്യതയുള്ള ഒരു രാജ്യമായും ഐസ്ലാൻഡ് അറിയപ്പെടുന്നു. ഐസ്ലാൻഡിലെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ്. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഒരു പട്ടാളം ഐസ്ലാൻഡിലില്ല. ചെറിയ രീതിയിലുള്ള ഒരു കോസ്റ്റ് ഗാർഡ് മാത്രമേ ഐസ്ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. നാറ്റോയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധക്കൊതിയോട് ഐസ്ലാൻഡിന് ശക്തമായ എതിർപ്പുണ്ട്. കടുത്ത ശൈത്യമുള്ള ഒരു രാജ്യമായി ഐസ്ലാൻഡ് അറിയപ്പെടുന്നു. പക്ഷേ ഐസ്ലാൻഡിലെ തീരപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് അധികം മഞ്ഞുണ്ടാവുകയില്ല. അതിന് കാരണം ഉഷ്ണജല പ്രവാഹമാണ്. എങ്കിലും ഐസ്ലാൻഡിന്റെ മധ്യഭാഗത്തുള്ള മലനിരകളിൽ കടുത്ത ശൈത്യമായിരിക്കും. മഞ്ഞുവീഴ്ചയും ഉണ്ടാകും. ഐസ്ലാൻഡ് ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരിയായ കത്രീൻ ജാക്കോബ്സ് ഡോട്ടിർ ആണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഇടതുപക്ഷ ആശയങ്ങളും പ്രകൃതി സംരക്ഷണ ആശയങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരിയായി കത്രീൻ ജാക്കോബ്സ് ഡോട്ടിർ അറിയപ്പെടുന്നു. പാവപ്പെട്ടവർക്ക് കൂടുതൽ ഭവന നിർമ്മാണ പദ്ധതികളും മറ്റ് സഹായങ്ങളും നൽകുവാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ ഐസ്ലാൻഡ് ജനങ്ങൾക്ക് താല്പര്യം കുറവാണ്. ഫിഷറീസ് മേഖലയിൽ രാജ്യത്തിനുള്ള ആധിപത്യം യൂറോപ്യൻ യൂണിയനിൽ ചേർന്നാൽ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് അവർ ഇപ്പോഴും ആ സംഘടനയിൽ ചേരുവാൻ മടിച്ചു നിൽക്കുന്നത്. 10 വർഷം മുമ്പ് നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ 67% ഐസ്ലാൻഡുകാരും യൂറോപ്യൻ യൂണിയനിൽ ചേരേണ്ട ആവശ്യമില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത്. അടുത്ത കാലത്തായി ടൂറിസ്റ്റ് മേഖലയിലും അറിയപ്പെടുന്ന ഒരു രാജ്യമായി ഐസ്ലാൻഡ് മാറിയിട്ടുണ്ട്. ഒരു വർഷം 11 ലക്ഷം ടൂറിസ്റ്റുകൾ ഐസ്ലാൻഡ് കാണുവാൻ വരുന്നു. 4 ലക്ഷത്തോളം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു രാജ്യത്തിൽ 11 ലക്ഷം ടൂറിസ്റ്റുകൾ വരുന്നത് അസ്വാഭാവികമാണ്. ഐസ്ലാൻഡിലെ പ്രകൃതി ഭംഗിയാണ് ഇത്രയധികം ടൂറിസ്റ്റുകളെ ഈ രാജ്യത്തിലേക്ക് ആകർഷിക്കുന്നത്. ഐസ്ലാൻഡിലെ ഗ്രാമപ്രദേശങ്ങൾ പിക്ചർ പോസ്റ്റ് കാർഡ് ബ്യൂട്ടിയുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. അതിസമ്പന്ന രാജ്യമായതുകൊണ്ട് ഐസ്ലാൻഡിൽ കാറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓരോ വീട്ടിലും 2-3 കാറുകളുണ്ട്. തീവണ്ടി യാത്രാ സൗകര്യം ഈ രാജ്യത്തിൽ ഇല്ല. സ്കൂളുകളിൽ ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഐസ്ലാൻഡിലെ ജനങ്ങൾക്ക് പൊതുവെ മതവിശ്വാസം കുറവാണ്. ഐസ്ലാൻഡിൽ ഏറ്റവും മികച്ച കാലാവസ്ഥയുള്ളത് തലസ്ഥാനമായ റെയ്ക്യവിക്കിനും ചുറ്റുഭാഗത്തുമാണ്. രാജ്യത്തെ ജനങ്ങളിൽ 70% താമസിക്കുന്നത് തലസ്ഥാന നഗരിയിലോ അതിനടുത്തുള്ള പ്രദേശങ്ങളിലോ ആണ്. ഏകദേശം 10,000-ഓളം മുസ്ലിങ്ങളും ഐസ്ലാൻഡിൽ താമസിക്കുന്നു. ഐസ്ലാൻഡിലെ കാലാവസ്ഥയും സൂര്യന്റെ ചലനവും 5 നേരം നമസ്കരിക്കുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐസ്ലാൻഡിലെ മുസ്ലിങ്ങൾ ക്ലോക്കിൽ നോക്കിയാണ് നിസ്കാരത്തിന്റെ സമയം നിശ്ചയിക്കുന്നത്. സൂര്യന്റെ ചലനം നേരിട്ട് ഫോളോ ചെയ്യാതെ ഇസ്ലാമിക ചര്യയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഐസ്ലാൻഡിലെ മുസ്ലിങ്ങൾ. വിചിത്രമായ ഇവരുടെ ജീവിതശൈലി ഖത്തറിലെ അൽ ജസീറ ചാനൽ ഒരു ഡോക്യുമെന്ററിക്ക് വിഷയമാക്കിയിട്ടുണ്ട്.